ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഇങ്ങനെ കരയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഗൗതം കണ്ണ് തുടച്ചിട്ട് ഒരു ഉമ്മ നൽകുകയാണ്. നീ കരയണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം യാമിനിക്ക് നിഖിലിനോട് പ്രണയം പൂട്ടിയിരിക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ ആരും കാണാതെ യാമിനി നിഖിലിനെ വിളിക്കും. അങ്ങനെ നിഖിൽ ചോദിക്കും, എന്താ എന്താ യാമിനി വിളിച്ചത്? അല്ല, നിധി ചേച്ചിയും ഗൗതം സാറും അവിടെ നിന്ന് പോന്നോ? ആ, അവർ പോന്നു. എന്നിട്ട് നിഖിൽ പറയാണ്, തൻ്റെ ഏട്ടൻ ഒരു സ്റ്റാർ തന്നെയാടോ. ഇന്ന് ഗൗതമേട്ടൻ്റെ ആ ഒരു പ്രകടനം അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ പ്രണവേട്ടനല്ലേ വന്നത്? ആ, രണ്ടുപേരും വന്നിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ഗൗതമേട്ടനെ പോലെ ആവാനാണ് എനിക്കിഷ്ടമെന്ന് നിഖിൽ പറയുമ്പോൾ നിഖിലിനോട് യാമിനിയോട് നിഖിൽ നിൻ്റെ റോൾ മോഡൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് വസുന്ധര ആൻറ്റി ആയിരുന്നു പിന്നീട് എന്ന് പറയുമ്പോഴേക്കും നിഖിൽ പറയാം, അത് ഗൗതമാണോ? അല്ല, ഗൗതമല്ല, നിധി ചേച്ചിയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ യാമിനി ഇത് പറഞ്ഞ ഉടൻ തന്നെ നിഖിൽ പറയാണ്, നിധി ചേച്ചിയുടെ മോഡലാവാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. പക്ഷേ നിധി ചേച്ചിയുടെ ജീവിതം അത് വല്ലാത്തൊരു ജീവിതമാണ്. ഈ പെൺകുട്ടികൾ എത്ര അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാർ നന്നാവണം. എന്നാൽ എൻ്റെ ചേച്ചി ഭാഗ്യവതിയാണ്, നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് കിട്ടിയത്. ഇന്ന് ഗൗതമേട്ടൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടു എന്ന് പറയും കേട്ടോ. എന്നാൽ ഈ സമയം യാമിനി ചോദിക്കുകയാണ്, നീ കല്യാണം കഴിച്ചാൽ നീ എങ്ങനെയുള്ള ഭർത്താവും? ഞാനെന്ത് എൻ്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കും, അപ്പോൾ ഞാൻ ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞു ഉടനെ, എന്താ താൻ പറഞ്ഞത്? അല്ല, അപ്പോൾ ആ പെൺകുട്ടി ഭാഗ്യവതാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. അല്ല, നീ എന്താ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് ട്യൂഷൻ എടുക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ നീ ഇതുവരെ ഒരു സംശയം ചോദിച്ച് എന്നോട് വിളിച്ചിട്ടില്ലല്ലോ. അത് ഇവിടെയും കൂടി സംസാരിക്കണം, എന്നിട്ട് വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തനിക്ക് എന്ത് ഡൗട്ട് വന്നാലും എനിക്ക് വിളിച്ചാൽ മതി, ഞാൻ അപ്പോൾ പറഞ്ഞു തരാം എന്ന് പറയാം കേട്ടോ. അപ്പോഴായിരിക്കും ഗൗതമും നിധിയും വണ്ടിയിൽ വരുന്നത് കാണുന്നത്. അത് കാണുന്നത് യാമിനി പറയണേ, ഗൗതമേട്ടൻ വന്നു, ഞാൻ അതുകൊണ്ട് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് യാമിനി ഓടി വരിക ഇവരുടെ മുന്നിലോട്ട്. എന്നാൽ നിധി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിധി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയാണ്, ഇവിടെയുള്ളവർ ആൾക്കാർ കാണും, നീ വെറുതെ ഇങ്ങനെ കരഞ്ഞു നിൽക്കാതെ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ തുടക്കുകയാണ്. അങ്ങനെ ഗൗതം കണ്ണ് തുടച്ച് വാ അകത്തോട്ട് പോകാം എന്ന് പറഞ്ഞ് അകത്ത് വിളിക്കുമ്പോൾ അവിടെയാണെങ്കിലോ വസുന്ധരയുടെ ഒന്നൊന്നര പ്രകടനമാണ് കേട്ടോ. പ്രണവിനെ വഴക്ക് പറയുന്നു, നീ എന്നാൽ ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീയും ഇപ്പോൾ തലതിരിഞ്ഞ് വരികയാണ്. എന്തിനാണ് നീ ആ ശിവാനിയെ രക്ഷപ്പെടുത്തിയത്? നിന്നോട് ആര് പറഞ്ഞു? ഇവിടുത്തെ സ്വർണവും അങ്ങനെ നാണം കെടുത്തിയ ആളുകളെയൊക്കെ ഈ ഒരു അവസ്ഥയിലാക്കി പോയവളാണ്. അവളെ നീ എന്തിനു രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രണവിനോട് ചൂടാവുന്നത് കണ്ടിട്ടാണ് ഗൗതം വരുന്നത്. എന്താ അമ്മേ, എന്തിനാ ഇവിടെ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നത്? അപ്പോൾ ഉടൻ തന്നെ പറയണം വസുന്ധര, ഞാൻ ഈ വീട്ടിൽ ഒരു പട്ടിയെ പോലെ ആയിരിക്കുന്ന, ആർക്കും എന്നെ വിലയില്ല, 30 വർഷമായി എന്ന് പറയുമ്പോൾ അവിടെ നിധി ചിന്തിക്കുകയാണ്. എപ്പോഴും എന്ത് പറയുമ്പോൾ 30 വർഷത്തിനെ കണക്ക് പറയുന്നുണ്ടല്ലോ, അതെന്താണ് ഈ 30 വർഷം അത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നിധി ചിന്തിക്കുമ്പോൾ വസുന്ധര പറയണം, 30 വർഷമായി ഞാനിത് അനുഭവിക്കുന്നു, ഇനി എനിക്കത് പറ്റില്ല. മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിലുള്ള എൻ്റെ ഈ ജീവിതം അത് എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ പ്രണവ് പറയാണ്, അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ആ ശിവാനി എന്ന് പറഞ്ഞവൾ ഇന്ന് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടും സ്വർണ്ണാഭരണങ്ങൾ എടുത്തതുകൊണ്ടല്ലേ നിധിയെപ്പോലെ ഒരു പെണ്ണിനെ ഗൗതമിന് കല്യാണം കഴിക്കേണ്ടി വന്നത്. അപ്പോൾ അത് കേൾക്കുന്ന വസുന്ധരയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഗൗതമിന് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഗൗതം പറയും, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? പിന്നെ ഇവൾ വലിഞ്ഞു കയറിയത് അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഗൗതം പറയണേ, ഇവളൊരിക്കലും വലിഞ്ഞു കയറിയതല്ല, ഇവളെ ഞാൻ വിവാഹം ചെയ്ത് കൊടുത്തതാണ്. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ശിവാനി ആയിരുന്നു ഇവിടെ മരുമകളായി വരേണ്ടത്. എന്നാൽ ഇതാണ് സംഭവിച്ചത്, ഇവളാണ് ഇവിടെ മരുമകളായി വന്നത്. അപ്പോൾ തന്നെ ഗൗതം പറയണം, ഒരിക്കലും ശിവാനി അല്ലല്ലോ ജ്യോത്സ്യം പറഞ്ഞത്, നിധിയല്ലേ. അതൊന്നും ഇവിടെ എന്നോട് പറയണ്ട. കല്യാണം നടക്കുകയാണെങ്കിൽ അങ്ങനെയായിരുന്നു. എന്തായാലും എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു, എനിക്ക് തല ചുറ്റുന്നു, ഞാൻ കുഴയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിനെ കാണിക്കാൻ വേണ്ടി വസുന്ധര അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗോപി പറയണേ, വാ വസു, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാം. എനിക്കൊരു ഹോസ്പിറ്റലും പോകണ്ട, എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി. അപ്പോഴേക്കും ഗൗതം പറയാം, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അല്ലെങ്കിലും എൻ്റെ മോനിക്ക് എന്നോട് സങ്കടം ഉണ്ടാവുമല്ലോ, മറ്റുള്ളവർക്കൊന്നും അങ്ങനെയല്ലല്ലോ എന്നിങ്ങനെ വസുന്ധര പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗോപി പറയണേ, എന്താ വസു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ഈ ഗൗതം പറയാണ്, അമ്മ ഒന്ന് വന്നേ. അപ്പോഴേക്കും വസു പറയണേ, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ പാറു വെള്ളം എടുക്കാൻ പോകാം കേട്ടോ. വെള്ളമെടുത്ത് അത് വസുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പാറു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്ക് മനസ്സിലായി, ഇതിപ്പോൾ ഞാനും ഗോപിയേട്ടനും വിവാഹം ചെയ്ത സമയത്താണ് ഇങ്ങനെ അഭിനയമുള്ള ഒരു തലചുറ്റ്, അതാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അപ്പോഴേക്കും വസു പറയണേ, മോനെ എനിക്കൊന്ന് കിടക്കണം, വാ അമ്മേ എന്ന് പറഞ്ഞിട്ട് വസുവിൻ്റെ കൈകൾ പിടിച്ച് അങ്ങ് പോകണം കേട്ടോ. എന്നാൽ ഈ സമയം ഈ പാറു ഇത് ചിന്തിക്കുന്നത് ഇങ്ങനെ നിധി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നിധി എന്തായിരിക്കും പാറു ചിന്തിക്കുന്നുണ്ടാവുക എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്നാൽ ഈ സമയം
പാറ ഒറ്റയ്ക്ക് നിന്നിട്ട് ഈ ഒരു തലചുറ്റൽ അഭിനയം തന്നെയാണ്, അത് നിധിയും ഗൗതമും തമ്മിൽ ഒരുമിക്കാതിരിക്കാനുള്ള ഒരു അഭിനയം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നിധി കുളി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഗൗതം ഇത് കാണുകയാണ്. അങ്ങനെ ഇറമുടി നിൽക്കുന്ന നിധിയെ കാണുന്ന ഗൗതം ഇങ്ങനെ തുറിച്ച് നോക്കണം കേട്ടോ. ഇത് കാണുന്ന നിധി ഇങ്ങനെ അടുത്തോട്ട് വരികയാണ്. ഉടനെ തന്നെ ഇനി തല തോർത്തിയില്ലേ, അതിനെങ്ങനെ ഗൗതം സാർ എന്നെ എത്ര തവണയായി വിളിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് തല തോർത്താൻ പറ്റിയില്ല എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്നിട്ട് ഉടനെ തന്നെ അങ്ങനെ പറ്റില്ല, നല്ല തല തോർത്തണം, ഞാൻ തോർത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഇറക്കിയെടുത്ത് ഇങ്ങനെ പതുക്കെ തല തോർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് നിധി തന്നെ മുടിയൊക്കെ ചീക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതം ബാക്കിൽ വന്ന് നിധി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്താ സാർ, എന്താ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗൗതം ഒന്നും കൂടി അങ്ങ് കെട്ടിപ്പിടിച്ച് കവിളിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്താണ് താഴെ മുല്ലപ്പൂ ഇരിക്കുന്നത് കാണട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് നിധിയുടെ തലയിൽ ചൂടിക്കൊടുക്കുകയാണ്. അങ്ങനെ ഗൗതം ഇങ്ങനെ നിധിയെ ഇങ്ങനെ തലോടിയതിന് ശേഷം ഗൗതം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുംബനം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് യാമിനി ഏട്ടാ ഏട്ടാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കേട്ടോ. അപ്പോഴേക്കും എന്താണെന്നറിയാൻ വേണ്ടി ഗൗതം വാതിൽ തുറക്കാണ്. അപ്പോൾ ഉടൻ തന്നെ യാമിനി വന്നിട്ട് പറയാണ്, വസുന്ധര അമ്മക്ക് തീരെ ബോധമില്ല, ആൻറ്റി ബോധം കെട്ട് കിടക്കുകയാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ വസുന്ധര ബെഡിൽ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രണവും ഗോപിയും പാറുവൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിളി കേൾക്കുന്നില്ല. അങ്ങനെ ഗൗതം വരികയാണ്. അമ്മ എനിക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴും വിളി കേൾക്കുന്നില്ല. പിന്നെ വീണ്ടും ഗൗതം വിളിക്കുമ്പോൾ കണ്ണ് തുറക്കാണ്. അങ്ങനെ ഉടൻ തന്നെ എന്താ അമ്മക്ക് പറ്റിയത്, അമ്മ എന്താ തല ചുറ്റി വീണത്, ഡോക്ടറെ അടുത്തോട്ട് പോവാം. ഇല്ല, ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല, ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോകുന്നില്ല, ഇനി എന്നെ എങ്ങ് മരിച്ചാൽ എവിടെ എങ്ങ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം പറയുന്നത്, എന്താ അമ്മ മരണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ മോനിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടമാവും. അപ്പോൾ ഉടൻ തന്നെ നിധി അവിടെ പറയാണ്, എനിക്കറിയാം ആൻറ്റിയെ ഞാൻ വല്ലാതെ സങ്കടപ്പെടുത്തി. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയാണ്, നീ സങ്കടപ്പെടുത്തിയെന്ന് പറയാൻ പറ്റില്ല, എന്നെ സങ്കടപ്പെടുത്തിയ എൻ്റെ മക്കളാണ്, നീ നിൻ്റെ കുടുംബത്തിനോടുള്ള സ്നേഹമാണ് നീ കാണിച്ചത്, രക്തബന്ധത്തെ നിനക്ക് മറക്കാൻ പറ്റില്ല, അവർക്കൊരു ആപത്ത് വരുമ്പോൾ നീ രക്ഷിക്കാൻ പോയി, അത് സ്വാഭാവികം, എന്നാൽ എൻ്റെ മക്കൾ അങ്ങനെയല്ല, എൻ്റെ മക്കളെ എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയാണ് പ്രണവും ഗൗതം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വസുന്ധര ഇങ്ങനെ എന്നെ മരിച്ചാൽ മതി, ഇനി എനിക്കൊന്നും വേണ്ട. അപ്പോൾ ഗൗതം പറയണേ, അമ്മ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പ്രയോഗിക്കില്ല, അതെനിക്ക് താങ്ങാൻ കഴിയില്ല. അത് കേട്ടോടെ തന്നെ വസുന്ധര പറയാം, അതെനിക്കറിയാം, എൻ്റെ മോനെ ഇതൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് എനിക്കറിയാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇടം തന്നെ ഗൗതം പറയണേ, എന്തായാലും ഇനി ഡോക്ടറെ വിളിക്കാം, ഹോസ്പിറ്റലിലോട്ട് പോവാം. ഇല്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ടെറസിന് മുകളിൽ നിന്ന് ചാടിച്ചാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ പാറുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡൗട്ട് വരികയാണ്. അപ്പോൾ ഗൗതം പറയാൻ, ശരി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു പണി ചെയ്യാം, നമുക്ക് ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്താം എന്ന് പറയാം കേട്ടോ. ഈ സമയം യാമിനിയാണെങ്കിൽ നിധി എങ്ങനെ ശ്രദ്ധിക്കണം, നിധി നല്ല ടെൻഷനിലാണ്. ആ സമയം നിധിയുടെ തലയിൽ മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ ചൂടി നിൽക്കുന്ന നിധിയെ കാണുമ്പോൾ യാമിനി തൻ്റെ അമ്മയോട് പറയണേ, അമ്മേ ഈ അർദ്ധരാത്രി അവർ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് പാറു കേൾക്കണം, കൊച്ചു പെണ്ണായി പെണ്ണ് പോലും ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ നിധിയുടെ അടുത്തോട്ട് പതുക്കെ ഇങ്ങനെ പാറു ചെല്ലാണ്, മോളെ നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വിളിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് പറയും, എന്താ അമ്മേ എന്ന് നിധി ചോദിച്ചു ഉടനെ തന്നെ പറയാം, അതെ, നിൻ്റെ തലയിൽ മുല്ലപ്പൂ ചൂടിയിരിക്കുന്നത്, ഈ അർദ്ധരാത്രി മുല്ലപ്പൂ ചൂടുന്നത് അതിൽ വേറൊരു അർത്ഥമുണ്ട്, അതുകൊണ്ട് നീ അത് അഴിച്ചു വെച്ച് വാ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ കൊള്ളാലോ, ഇവർ തമ്മിൽ ഇങ്ങനെ അടുത്ത് പോകുന്നുണ്ട് എന്നിങ്ങനെ പാറു മനസ്സുകൊണ്ട് പറയുന്നു. എന്നാൽ ഈ സമയം ഡോക്ടർ വന്ന് പരിശോധന തുടങ്ങി. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ, ഇന്ന് പ്രഷറിൻ്റെ ഗുളിക ഞാൻ കഴിച്ചിട്ടില്ല, എങ്കിൽ കൂടി കാണിച്ചാൽ രക്ഷപ്പെട്ടിരുന്നു, ഇല്ല എങ്കിൽ ഞാൻ നാണം കെട്ടു എന്നിങ്ങനെ വസുന്ധര മനസ്സിൽ പറയുമ്പോൾ ഡോക്ടർ പറയണേ, ഇവർക്ക് ഇന്ന് പ്രഷർ കൂടുതലാണ്, ഇത്ര പ്രഷറുണ്ട് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, അയ്യോ ഇത് ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ ഡോക്ടർ പറയാം, എന്നാൽ നമുക്കിവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ വസുന്ധര പറയണം, ഇല്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നില്ല, എനിക്കിഷ്ടമല്ല ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം പറയാണ്, അമ്മ ഇങ്ങനെ വാശി പിടിക്കാതെ. അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയാം, പേടിക്കാനൊന്നുമില്ല, ഇപ്പോൾ ഞാനൊരു ഇഞ്ചക്ഷൻ ചെയ്യാം, ആ ഇഞ്ചക്ഷൻ ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ, പിന്നീട് പ്രഷറിൻ്റെ ഗുളിക കറക്റ്റ് കഴിക്കണം. എന്നാൽ ഈ സമയം ഈ വാക്കുകൾ പറയുമ്പോൾ പാറുവിനെ ചിന്തിക്കുന്നുണ്ട്, ഒരിക്കലും പ്രഷറിൻ്റെ ഗുളിക കഴിക്കാത്തല്ല വസു, എന്നാൽ ഇത് പ്രകടനം തന്നെ. അപ്പോഴേക്കും ഡോക്ടർ പറയണം, എന്തായാലും ഇവർ തനിയെ കിടക്കാൻ നിന്ന് ആരും സമ്മതിക്കരുത്, ഇവരുടെ കൂടെ ആരെങ്കിലും കിടക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ആ കാര്യം പാറുവിൽ അങ്ങ് മനസ്സിലാക്കാൻ കേട്ടോ. തൻ്റെ മകനെ കൂടെ കിടത്താനുള്ള ആ ഒരു അഭിനയമാണ് വസുവിൻ്റെ എന്ന്. അങ്ങനെ ഡോക്ടർ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയണേ. ഈ സമയം യാമിനി പറയാണ്, നിങ്ങളെല്ലാവരും പോയിക്കോളൂ, ആൻറ്റിയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ, നീ നോക്കും, എന്നിട്ട് നീ അങ്ങ് കൂർക്കം വലിക്കും, എനിക്ക് സുഖമില്ലാതായ ഒന്ന് വിളിച്ചാൽ പോലും വിളി കേൾക്കില്ല നീ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പാറു പറയണേ, ഞാൻ നോക്കിക്കോളാം
നിങ്ങളൊക്കെ പോയിക്കോളൂ എന്ന് പറഞ്ഞ ഉടനെ അതൊന്നും വേണ്ട, എന്നോട് ഈ വീട്ടിൽ ആത്മാർത്ഥ സ്നേഹമുള്ളത് എൻ്റെ ഗൗതമോനാണ്, ഗൗതമോ മാത്രം എന്നെ നോക്കിയാൽ മതി എന്ന് പറയണ്ട. അപ്പോൾ സംഭവം പിടികിട്ടി പാറുവിന്. ഇത് കൊള്ളാം എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. ഗൗതമും നിധിയും കൂടി ഒന്നിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ കാട്ടിക്കൂട്ടിയാന്ന് പാറുവിന് മനസ്സിലായിട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഈ യാമിനി പറയാണ്, ഞാൻ നോക്കാം. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയും, നീ നോക്കണ്ട എന്ന് പറഞ്ഞില്ല, എൻ്റെ ഗൗതം എന്നോട് സ്നേഹമുള്ള അവനാണ്. അപ്പോൾ ഗൗതം പറയും, ഞാൻ നോക്കിക്കോളാം, നിങ്ങളെല്ലാവരും പോയിക്കോളാം, അമ്മയുടെ കൂട്ടിന് ഞാൻ കിടന്നോളാം. അപ്പോൾ നിധി പറയാണ്, എന്തായാലും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഗൗതമിനെയാണ് ആൻറ്റിക്ക് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഗൗതം സാർ എവിടെ നിന്നോളൂ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ബെസ്റ്റ്, നല്ല പെണ്ണ്, ഇങ്ങനെ വിട്ടുകൊടുക്കുക, അവൾ ആഗ്രഹിച്ചതും അത് തന്നെ എന്നുള്ള ഭാവത്തിൽ പാറുവും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ വസുന്ധരയുടെ കൂട്ടിന് കിടക്കാണ്. വസുന്ധര നിധിയും ഗൗതമും ഒന്നിക്കാതിരിക്കാനുള്ള കുതന്ത്രങ്ങളാണ് ഈ ചെയ്തു കൂട്ടുന്നതെന്ന് നിധിക്ക് മനസ്സിലാവാൻ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ.